മുഹമ്മദ് സ്വാലിഹ് മൗല റളിയല്ലാഹു അൻഹു പാടത്തായിൽ മൗല എന്ന പേരിൽ പ്രശസ്തരും കണ്യാല മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖുമാണ് ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് മൗല റളിയല്ലാഹു അൻഹു. നേർപ്പദത്തിലെ നിധികളുടെ ആഴിയാണി ജമാലി. പൊന്നാനി വെളിയങ്കോട് ഭാഗത്തായി ഫക്കീറുമാർ വീട് വീടാന്തരം കയറിയിറങ്ങുമായിരുന്നു. അരിയോ പൈസയോ ആയിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം. അതേ നാട്ടിൽ വെച്ച് ഒരു ഉമ്മയുടെ അടുക്കലേക്ക് ഒരു ഫക്കീർ കടന്നു വന്നു. ഒരു യാചകനാണെന്ന് വെച്ച് ഉമ്മ പറഞ്ഞു, തരാൻ ഇവിടെ പൈസയൊന്നുമില്ല, അരി തരാം. വന്ന ഫക്കീറിൻ്റെ നടപടിയും മറുപടിയും ആ ഉമ്മയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞ് ആ ഫക്കീർ ഉടൻ അപ്രത്യക്ഷമായി. കാലങ്ങൾക്ക് ശേഷം ഉമ്മ ഗർഭിണിയായപ്പോൾ വീണ്ടും ആ ഫക്കീർ വീട്ടിൽ വന്നു. മകന് മുഹമ്മദ് സ്വാലിഹ് എന്ന പേര് വിളിക്കണമെന്ന് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഹിജറ വർഷം 1308 ആ സൗഭാഗ്യ താരകം ഉദയം ചെയ്യുന്നത്. ആധ്യാത്മിക ലോകത്താണ് മകൻ്റെ ചിന്തയും മനസ്സും എന്ന് മനസ്സിലാക്കിയ ആ ഉമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് തൻ്റെ 15ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങുന്നത്. അതൊരു ദീർഘമായ ഒരു യാത്രയായിരുന്നു. വിവാഹത്തിന് വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നെങ്കിലും വീണ്ടും ഈ യാത്ര തന്നെ. ആ ഇടക്കാണ് നാഗൂർ ഷാ ഉൽ-ഹമീദ് തങ്ങൾ ഉപ്പാപ്പാൻ്റെ മക്കാമിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു മുറബിയെ ലഭിക്കുമെന്നുള്ള അറിയിപ്പുണ്ടാവുകയും അത് ബന്ദർ മൗല റളിയല്ലാഹു അൻഹുവിലേക്കാണ് എന്നുള്ള സൂചന കിട്ടിയതോടുകൂടി ആ സത്യത്തെ പുൽകാനുള്ള യാത്രയും അന്വേഷണവുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് സമയം മുഴുക്കുകയും ഈ ഇടക്കാണ് ലക്ഷദ്വീപിൽ നിന്നും മംഗലാപുരത്തേക്ക് ബന്ദർ മൗല റളിയല്ലാഹു അൻഹു വരുന്നതും കണ്ടുമുട്ടുന്നതും. കണ്ടപാടെ ആലിംഗനം ചെയ്തു. ബന്ദർ മൗല റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, ഞാനാണ് നിൻ്റെ മുറബി. മുൻപ് വീട്ടിൽ വന്നതും പേര് നിർദ്ദേശിച്ചതും അത് ഞാൻ തന്നെ. തേടി അലഞ്ഞ ആ സത്യത്തോടൊപ്പം 40 വർഷം സഹവസിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് സ്വാലിഹ് മൗല റളിയല്ലാഹു അൻഹുവുമായി നേർവഴി പൂക്കിയത്. പാടത്തക്കായിൽ മൗല എന്ന ഈ കാരുണ്യമഴ കണ്യാല മൗല റളിയല്ലാഹു അൻഹുവിലേക്ക് ഖിലാഫത്തിൻ്റെ ഉത്തരവാദിത്തമേൽപ്പിച്ച് നമ്മുടെ മുന്നിൽ നിന്നും മാറി നിന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വലിന് 28-നായിരുന്നു. ഷെയ്ഖുന കണ്യാല മൗല റളിയല്ലാഹു അൻഹുവിന് ശേഷം ഷെയ്ഖുന ചപ്പാരപ്പടവ് ഉസ്താദാണ് ഈ മഹനീയ തരീഖിലേക്കുള്ള ഹക്കായ വഴി. അള്ളാഹു ഷെയ്ഖുന ചപ്പാരപ്പടവ് ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സ്വാലിഹ് മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്യാല മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ, ബഹുമാനപ്പെട്ട ബന്ദർ മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾക്കെല്ലാം നൽകുമാറാവട്ടെ. ഔലിയാക്കളുടെ പേരിലൊക്കെ എപ്പോഴും ഫാത്തിഹ ഓതുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് CM വലിയുല്ലാഹി, ബഹുമാനപ്പെട്ട അമ്പകുന്ന് വീരാനൗലി പാപ്പ, അതുപോലെ തന്നെ തൃപ്പനച്ചി ഉസ്താദ്, അതുപോലെ തന്നെ പാടത്തക്കായിൽ സ്വാലിഹ് മൗല കണ്യാലപ്പാപ്പ, അതുപോലെ തന്നെ വടകര മുഹമ്മദാജി തങ്ങൾ പാപ്പ, ഇങ്ങനെ മഹാന്മാരുടെ പേരിലൊക്കെ നമ്മളൊക്കെ ഫാത്തിഹ ഓതുക. എത്ര മഹാന്മാരാണ്, അവരുടെ പേരിലൊക്കെ നമ്മൾ ഫാത്തിഹ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി തുറന്നു തരാൻ പറയാം. ഹക്കായ വഴി അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി കുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.